ഇപ്പോൾ എന്താണ് ഗവർണർ ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. നാളെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ ഓൾറെഡി ഈ പരിപാടി നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ നിലവിൽ നടക്കുന്നുണ്ടോ വിജിൻ? അമൃത, സംസ്ഥാനത്ത് അങ്ങനെയൊരു തരത്തിൽ, അതായത് ഇങ്ങനെ വിഭജന വിരുദ്ധ ദിനമായി ആചരിക്കാനുള്ളൊരു നീക്കം എവിടെയും നടക്കുന്നതായി നിലവിലിപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നടക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. കാരണം അല്പസമയം മുമ്പ് രാജ്ഭവനുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നത് അതാണ്. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അവർ സംസ്ഥാനത്തെ ചാൻസലർമാർക്ക്, എല്ലാ സംസ്ഥാനങ്ങളിലെയും ചാൻസലർമാർക്ക് ഇങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുണ്ട്, വിഭജന വിരുദ്ധ ദിനമായി ആചരിക്കണം എന്ന്. അത് സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായി താഴോട്ട് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വൈസ് ചാൻസലർമാർക്ക് അയച്ചു. വൈസ് ചാൻസലർമാർ സ്വാഭാവികമായും അത് രജിസ്ട്രാർമാരെ കൊണ്ട് അതത് യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിലേക്ക് അത് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. കണിശമായി നടപ്പിലാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിലവിൽ രാജ്ഭവൻ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു വായന നടത്തുമ്പോൾ പോലും അതിൽ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഏതൊക്കെ ക്യാമ്പസുകൾ, ഏതൊക്കെ സർവകലാശാലകൾ എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നതിൽ ഒരു റിപ്പോർട്ട് വേണം എന്നുള്ള കാര്യമാണ് ചാൻസലറായ ഗവർണർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിലാണ് അങ്ങനെയൊരു നിർദ്ദേശം, അങ്ങനെയൊരു ഉത്തരവ് രാജ്ഭവൻ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി എവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളത് കൃത്യമായ വിവരം നൽകണം എന്നുള്ളത് പറയുമ്പോൾ ഇത് കൂടുതൽ നടപ്പിലാക്കേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു നിർദ്ദേശമാണ് ഗവർണർ മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഇക്കാര്യത്തിൽ പ്രതിസന്ധിയാകുന്നത്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി പറയുന്നു, എല്ലാ കോളേജുകൾക്കും നിർദ്ദേശം നൽകാൻ പോവുകയാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പരിപാടി നടത്തരുത്. അത് സംസ്ഥാനത്തെ മതനിരപേക്ഷതയ്ക്കും ഒപ്പം തന്നെ ഈ മറ്റു തരത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള ഒരു നീക്കത്തിൻ്റെയും ഒക്കെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വിഭജനം ഉണ്ടാക്കുന്ന ഒരു നിലപാടിനോടും അംഗീകരിക്കാൻ കഴിയില്ല, അതിനോട് സന്ധി ചെയ്യാൻ കഴിയില്ല എന്നാണ് മന്ത്രി ആർ ബിന്ദു തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ തവണയും നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഈ വിഷയം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണയും ഇതേ തരത്തിലുള്ള സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കോളേജുകളിലും അത് നടപ്പിലായിട്ടില്ല, സർവകലാശാലകൾക്കകത്തും അത് നടപ്പിലായിട്ടില്ല എന്നതുകൂടി കാണാം. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സർക്കാർ സംവിധാനം തന്നെ ഇക്കാര്യത്തിൽ നടപ്പാക്കേണ്ടതില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ ഏതൊക്കെ കോളേജുകൾ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ സ്വാഭാവികമായും അതൊരു സംഘർഷത്തിലേക്ക് മാറും. ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ നേതൃത്വം നൽകുന്നവരും ഒപ്പം തന്നെ അതിനെ എതിർക്കുന്നവരും തമ്മിലൊരു സംഘർഷമായി മാറും. അത് വിദ്യാർത്ഥി സംഘടനകൾ നേതൃത്വം നൽകുന്ന ഒരു പ്രതിഷേധത്തിൽ മാത്രം ഒതുങ്ങില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇടതുപക്ഷ അധ്യാപക സംഘടനകളും ഒപ്പം തന്നെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകളും ഒക്കെ ഇക്കാര്യത്തിൽ തീവ്രമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു പരിപാടി നടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ശക്തമായ നിലപാട് അവർ ഉയർത്തുമ്പോൾ അത് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അമൃത ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, ഇതുവരെ ഏതെങ്കിലും കോളേജുകളിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമോ എന്ന കാര്യത്തിൽ വിവരമില്ല. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ആലോചനയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നീക്കമോ നടത്തിയതായി നിലവിൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല അമൃത.